ഹായ് ഹലോ എല്ലാവർക്കും അഗീസ് ടോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ ആഫ്റ്റർനൂൺ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ വളരെ താമസിച്ചിട്ടാണ് ഉറക്കം എണീറ്റത്. കാരണം ഞങ്ങൾ ഈ ഒരു വീക്കെൻഡ്സ് എന്ന് പറയുന്നത് റെസ്റ്റ് മോഡാണ്. പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെൻറ്റ്സും വെക്കാറില്ല. ആ ആവശ്യത്തിന് ഉറങ്ങി എണീറ്റ് ഫുൾ ആ ഒരു റിലാക്സിങ് മോഡിലായിരിക്കും കേട്ടോ. അപ്പോൾ ആസ് യൂഷ്വൽ ഉച്ചയൊക്കെ ആയി എണീറ്റപ്പോൾ ഉറക്കം എണീറ്റ് ലഞ്ചൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സ്വീറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത് ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ അല്ലുക്കുട്ടനായിട്ടൊക്കെ. അപ്പോൾ ഞാനും സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫ്രൈഡേ പോയപ്പോൾ ഒരു പുതിയ ചോക്ലേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് ലാസ്റ്റ് ഫ്രൈഡേ കണ്ടുപിടിച്ച് വാങ്ങിയതായിരുന്നു. നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഈ ആഴ്ചയും കൂടെ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടത്. അകത്തൊരു പിസ്താഷ്യോൻ്റെ ഫില്ലിങ്ങും പുറത്ത് ഫുൾ പിസ്താഷ്യോ ആ ഒരു ക്രഷേഴ്സൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു മൂവി കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. ടി വി അല്ലുകൂട്ടൻ്റെ അധീനതയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഫോണിൽ കാണുന്നതേ ഉള്ളൂ കേട്ടോ ഒരു വഴി. അപ്പോൾ ആദ്യം സീസോ എന്ന് പറയുന്ന പടം കാണാമെന്ന് വിചാരിച്ചെടുത്തു. അത് വലിയൊരു സുഖം തോന്നാത്തതുകൊണ്ട് തന്നെ നമ്മൾ ശബ്ദം എന്ന് പറയുന്ന സിനിമയാണ് കേട്ടോ കണ്ടത്. നല്ലൊരു മൂവിയായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടിരിക്കാൻ പറ്റിയൊരു ഹൊറർ ത്രില്ലർ ടൈപ്പ് ഒരു മൂവിയായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് അല്ലുകുട്ടൻ എപ്പോഴും ആ ചോക്ലേറ്റുമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതാ അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുമായിട്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. അപ്പോൾ അല്ലുകുട്ടനും അമ്മയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആദ്യം കുറച്ച് നേരം ഒരു ഹൈഡ് ആൻഡ് സീക്ക് കളിയായിരിക്കും കേട്ടോ. പിന്നെ സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തി അങ്ങനെയൊക്കെയാണ് കേട്ടോ വർത്തമാനം പറയൽ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ക്ലീനിങ് പരിപാടികളിലോട്ട് കടന്നു. സാറ്റർഡേ ഫുൾ റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ വലിയതായിട്ട് പണികളൊന്നും എടുക്കത്തില്ല. ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് അവിടെ ഇരിക്കും. സിനിമയൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അല്ലുകുട്ടനോട് കളിച്ചിട്ടോ അങ്ങനെയൊക്കെ ഫുൾ ഫ്രീ ആയിട്ടിരിക്കലാണ് കേട്ടോ. കാര്യമായിട്ട് പരിപാടികളോ പണികളോ ഒന്നും തന്നെ എടുക്കാറില്ല. അപ്പോൾ പിന്നെ സൺഡേക്കാണ് അതൊക്കെ മാറ്റി വെക്കൽ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചിക്കൻ ഡീഫ്രോസ്റ്റ് ചെയ്തൊക്കെ എടുക്കാൻ സമയമാവുന്നതുകൊണ്ട് ഞാൻ സോസേജാണ് എടുത്തത്. സോസേജ് ഞാൻ വൈകുന്നേരത്തേക്ക് എന്തായാലും ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ വിചാരിച്ചു ഇതിലിടാം. ഈ ടൈപ്പ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയുണ്ടെന്ന് നോക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെറിയൊരു മസാലയൊക്കെ കൊടുത്തിട്ട് സോസേജ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. എന്നിട്ട് വെജിറ്റബിൾസായിട്ട് ഞാൻ ക്യാരറ്റും ക്യൂക്കമ്പറും പിന്നെ ഓണിയനും മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് മയണൈസും കെച്ചപ്പും കുറച്ച് പെപ്പറും കുറച്ച് സോൾട്ടും ഒക്കെ ഇട്ട് മിക്സ് ചെയ്തു. ഈ സോസേജിലേക്ക് മിക്സ് ചെയ്ത് വെച്ചു. ഇതാണ് കേട്ടോ മിക്സായിട്ട് വരുന്നത്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഫില്ലിങ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രെഡ് മുട്ടയിൽ കുറച്ച് പെപ്പറും സോൾട്ടും ഇട്ടിട്ട് ഒന്ന് അടിച്ച് വെച്ചിട്ട് അതിലേക്ക് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ അതൊന്ന് കോട്ട് ചെയ്തിട്ട് ഓയിലിൽ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്ത്. അപ്പോൾ അല്ലുകുട്ടനും അവിടെ വന്ന് കളിക്കുകയും എല്ലാത്തിനും ഇൻവോൾവ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. എളുപ്പമുള്ള പണിയാണ്, നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ പോക്കറ്റ് ഷവർമ. അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ താഴെ ഒരു ചെറിയൊരു കഫേ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് ഇങ്ങനെ വീട്ടിലുണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പം ഈ സോസേജ് വെച്ചിട്ട് ആദ്യമായിട്ടായിരുന്നു, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ സക്സസ് ആയിട്ട് വന്നു കേട്ടോ. കാരണം ആ ബ്രെഡ് വലുതായതുകൊണ്ട് ഒരു സെറ്റ് ബ്രെഡ് ഒട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സൈഡൊന്നും കളയാത്തതുകൊണ്ട് തന്നെ അതുകൊണ്ടൊക്കെ കൂടി ആയിരിക്കണം അത് ഒട്ടാത്തത് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഒട്ടി ഒക്കെ സെറ്റായിട്ട് പോക്കറ്റ് പോലെ വന്നു. ഒരെണ്ണം ഞങ്ങൾ സാൻഡ്വിച്ച് പോലെയാണ് കേട്ടോ എടുത്തത്. അത് കഴിഞ്ഞാൽ ഏട്ടനൊരു കോഫി ഇട്ടിട്ട് ഞങ്ങളത് കഴിക്കാമെന്ന് വിചാരിച്ചു. ബാക്കി മുട്ടയും ബ്രെഡ് ക്രംസും ഉണ്ടായിരുന്നതുകൊണ്ട് ഏട്ടൻ പെട്ടെന്ന് എന്തോ ഒരു സ്നാക്സ് കൂടെ ഉണ്ടാക്കി കേട്ടോ. ചിക്കൻ പാറ്റിയൊക്കെ വെച്ചിട്ട് ബർഗർ പാറ്റി വെച്ചിട്ട് അങ്ങനെ അതൊക്കെ ആയിട്ട് ഞങ്ങൾ ആ ചായ കുടിക്കായിരുന്നു കേട്ടോ. നോർമലി ഈ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഇതൊരു 6 മണി ആ ഒരു ടൈമൊക്കെ ആവും. അപ്പോൾ പിന്നെ ഞങ്ങൾ രാത്രി ഡിന്നറായിട്ടൊന്നും കഴിക്കലില്ല. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ഹെവി ആയിട്ട് തന്നെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫില്ല് ചെയ്യട്ടെ. അല്ലുകുട്ടൻ ആദ്യം നമ്മുടെ ഈ ബ്രെഡ് പോക്കറ്റ് ഷവർമ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും
പിന്നീട് അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ആദ്യം ടേസ്റ്റ് അറിയാത്തതുകൊണ്ട് എല്ലാം വേണ്ടെന്നാണ് പറയുക. പിന്നെ ഒന്ന് നിർബന്ധിച്ച് കൊടുത്തു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അവനത് കഴിക്കും കേട്ടോ. അങ്ങനെ ഒന്ന് ഞെട്ടിച്ച് ഒന്ന് കൊടുത്തു നോക്കിയപ്പോൾ അവന് ഇഷ്ടമായി. അങ്ങനെ പിന്നെ അവനും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി വീണ്ടും അടുത്ത സെറ്റ് ഓഫ് പണികളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ബാക്കി പരിപാടികളിലോട്ട് പോയി. കാരണം നാളെ ഇനി വീണ്ടും പോകാനുണ്ടല്ലോ. അപ്പോൾ ഇന്നിനി എല്ലാം സെറ്റാക്കി വെച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ ഒരു ലോഡ് പാത്രങ്ങൾ വീണ്ടും കഴുകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ ഒപ്പം തന്നെ കഴുകിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഓരോന്ന് കാണിക്കുകയാണ് കേട്ടോ ഏട്ടൻ. അപ്പോൾ ഞാനിവിടെ ഓണാക്കി വെച്ചിരിക്കുന്ന ഏട്ടൻ കാണുന്നില്ല. അപ്പോൾ കാണാതെ ഓരോന്ന് ചെയ്യുന്നത്, എന്നിട്ട് കാണുമ്പോൾ പിന്നെ അത് കട്ട് ചെയ്യാൻ വരികയൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ പിടിച്ച് നിർത്തി കൂടെ ഉണ്ടായി ആ പാത്രമൊക്കെ കഴുകിച്ചു കേട്ടോ. രണ്ടുപേരും കൂടെ ഓൾമോസ്റ്റ് ഒക്കെ ചെയ്യും. അപ്പം പെട്ടെന്ന് പണികൾ കഴിയും, ഞങ്ങൾക്ക് പെട്ടെന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും കൂടിയൊക്കെ തരും കേട്ടോ. കുക്കിംഗ് മാത്രം വലിയ പണിയില്ല. അപ്പോൾ ബാക്കി എല്ലാത്തിനും കൂടിയൊക്കെ തരും. അപ്പം നല്ല രസത്തിൽ പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിയും കേട്ടോ. ഒരുപാട് നേരം ഈ പണികളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാക്കും വേഗം പണികൾ തീർത്ത് എവിടെയെങ്കിലും ഒരറ്റത്ത് ഇരിക്കുക, സിനിമ കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കുക, അലുകുട്ടൻ്റെ കൂടെ ഇരിക്കുക, ഇതൊക്കെയായിരുന്നു ഞങ്ങൾക്ക് മെയിനായിട്ട് ഉള്ള പണികൾ. അപ്പോൾ പിന്നെ വേഗം പണികളൊക്കെ തീർത്തു. ഇനി പാത്രം കഴുകി കഴിഞ്ഞിട്ട് ഇനി അടുത്ത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. റെസ്റ്റിംഗ് ടൈമിൽ മെയിനായിട്ടുള്ള പരിപാടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അല്ലിക്കുട്ടൻ്റെ കൂടെയൊക്കെ കളിക്കും. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ കാർഡ്സ് കളിക്കും കേട്ടോ. ഞങ്ങളുടെ ഇടവേളകൾ ഞങ്ങൾ ആനന്ദകരമാക്കുന്ന മെയിനായിട്ടുള്ള ഒരു സംഭവം ഇതാണ് കേട്ടോ, ഈ കാർഡ്സ് കളിക്കുന്നത്. ഞങ്ങൾ പൈസ വെച്ചിട്ടൊന്നുമല്ല കളിക്കുന്നത്, അത് നേരത്തെ തന്നെ ഒരു ഇതിടട്ടെ കേട്ടോ, കോശം പോലെ. ഞങ്ങൾ വെറുതെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കളിക്കുന്നതാണ്. അപ്പോൾ എനിക്കും ഇഷ്ടമാണ്, ഏട്ടനും ഇഷ്ടമാണ് കളിക്കാൻ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ അതൊക്കെ കളിച്ചിരിക്കും. അപ്പോൾ ഫസ്റ്റ് കളി ചേട്ടൻ ജയിച്ചു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ജയിച്ചു കേട്ടോ. ഇത് ഭയങ്കര രസമാണ്. ഏട്ടൻ തോക്കുമ്പോൾ ഏട്ടന് പിന്നെ ഭയങ്കര ഒരു വാശി പോലെയാണ് കേട്ടോ ജയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭയങ്കര ടൈറ്റായിട്ടുള്ളൊരു ഗെയിം തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരു 10 ഗെയിം അത്രയൊക്കെ കളിക്കുള്ളൂ കേട്ടോ. ഒരുപാട് നേരം കളിച്ചൊന്നും ഇരിക്കില്ല. ഒരു 10 റൗണ്ട് ഇരിക്കും. എന്നിട്ട് അതിൽ ആരാ ജയിക്കുന്നതെന്നൊക്കെ നോക്കും. അപ്പോൾ ആ രീതിയിൽ ഇന്ന് കളിച്ചു. അല്ലുകൂട്ടനപ്പോൾ പുതപ്പൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് അവിടെ സോഫയിൽ കിടന്നിട്ടുള്ള ഓരോ പരിപാടികളൊക്കെയാണ്. അങ്ങനെ കളിയുടെ അവസാനം ഞാൻ ജയിച്ചു കിട്ടുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെയാണ് കേട്ടോ ജയിക്കാറും. അപ്പോൾ ഏട്ടന് ഭയങ്കര വാശിയായിരിക്കും. അപ്പോൾ വീണ്ടും കളിക്കാമെന്നൊക്കെ പറഞ്ഞ് കുറുമ്പ് കാണിച്ചിരിക്കുകയാണേ. അപ്പോൾ അതേ അല്ലിക്കുട്ടൻ നോക്കുമ്പോൾ അവിടെ ഒരു ബുക്കൊക്കെ പിച്ച് ചീന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുളിക്കാനുള്ള പരിപാടികളിലേക്ക് പോയിട്ടോ. അല്ലിക്കുട്ടന് വെള്ളത്തിൽ കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഓൾറെഡി ഇഷ്ടമാണ്, ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്വന്തമായിട്ടൊക്കെ എല്ലാം ചെയ്യണം, കുളിക്കണം, അല്ലെങ്കിൽ വെള്ളം കോരി ഒഴിക്കണം, ഒക്കെ സ്വന്തമായിട്ട് ചെയ്യാനാണ് കേട്ടോ ഇപ്പോൾ ഇഷ്ടം. അങ്ങനെ അവൻ്റെ കുളി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനായിരിക്കും ഏറ്റവും കൂടുതൽ സമയം എടുക്കുക കേട്ടോ കുളിക്കാൻ. കാരണം അവൻ്റെ നീരാട്ടാണ്. വെള്ളം കൊണ്ട് കോരി ഒഴിച്ചും കുറേ നേരം കളിച്ചും ഒക്കെ ആയിട്ട് കുളി ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അവനിപ്പോഴും സെബാമെഡിൻ്റെ തന്നെയാണ് കേട്ടോ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത്. സെബാമെഡ് അല്ലെങ്കിൽ സെറ്റഫിലൊക്കെ ആയിട്ട് കേട്ടോ. അവന് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിർത്തി കഴിഞ്ഞാൽ അവൻ്റെ ഫേസിലൊക്കെ ഒരു പാച്ചസ് പോലെയൊക്കെ വരുന്നത് കാണാം. അപ്പോൾ ഡോക്ടറെ കാണിക്കുമ്പോൾ പറയും ക്രീം ഇങ്ങനെ സ്ഥിരമായിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞ് ഞാനിനി ഒന്ന് പോയിട്ട് കുളിച്ചിട്ട് വരട്ടെ. അപ്പം ഞാനും കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ഫേസ് പാക്ക് ഇടാമെന്ന്. ഞങ്ങൾ വീക്കിലി എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഇടാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ എം കഫേൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. ഇന്നത് തന്നെ ആണോന്നില്ല, ചിലപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ വല്ല കടലമാവോ
അല്ലെങ്കിൽ കാപ്പിപ്പൊടിയോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഏട്ടനും വരും, ഏട്ടനും ഇട്ട് കൊടുക്കും. അപ്പോൾ അതിനിടയിൽ കൂടെ താലിക്കൂട്ടനും ഏട്ടനും കൂടെ ഇട്ടിരുന്ന് ആന കളിക്കുകയാണ് കേട്ടോ. ആര് കിടക്കുന്ന കണ്ടാലും അവൻ ഓടി വന്ന് പുറത്ത് കയറുവേ. അവന് ഭയങ്കര ഇഷ്ടമായി പുറത്ത് വന്ന് ഇങ്ങനെ കിടക്കാൻ. രാത്രി ഉറക്കത്തിലാണെങ്കിലും അവൻ എൻ്റെ പുറത്ത് ഇങ്ങനെ കിടന്നിട്ടാണ് ഉറങ്ങാറ്. അത് പണ്ട് തൊട്ടേ ഉള്ള ശീലമാണ്. അപ്പോൾ ഇപ്പോഴും അവൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ഉറങ്ങാറും. അപ്പോൾ ഏട്ടൻ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അല്ലുകൂട്ടനും വന്നു പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൻ ആ പരിപാടി ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ പിന്നെ നിർത്തുന്നുണ്ടായിരുന്നില്ല. താടിയിലും മുടിയിലും ഒക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ പതുക്കെ പറഞ്ഞു വിടുക കേട്ടോ. അതിനത് ഭയങ്കര ഇഷ്ടമായി. വീണ്ടും വീണ്ടും വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേയൊക്കെ നമ്മൾ പിന്നെ അങ്ങ് സമ്മതിച്ച് കൊടുക്കും കേട്ടോ, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണെങ്കിൽ. അങ്ങനെ ഏട്ടനെ വിട്ടിട്ട് ഞങ്ങൾ ഇനി അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈവനിങ് ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. മോയ്സ്ചറൈസർ നമ്മുടെ ന്യൂട്രിഡാമിൻ്റെ, പിന്നെ നമ്മുടെ എംകാഫേൻ്റെ ബോഡി ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നല്ല ഡാർക്ക് സർക്കിൾ ഉള്ളതുകൊണ്ട് ഈ ഒരു അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യാറുണ്ട് എംകാഫേമിൻ്റെ. പിന്നെ നമ്മുടെ ലോറിയൽ പാരീസിൻ്റെ സെറം, ദേഗയുടെ ഒരു ലിപ് ബാം, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ തീർന്നത് ഒക്കെ ഒന്ന് റീഫിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ബോഡി വൈസിൻ്റെ ആണ് കേട്ടോ അണ്ടർ ആം റോൾ ഓൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കൊണ്ടുവന്നത് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പുതിയതൊക്കെ എടുത്ത് വെച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ക്ലീനിങ്ങിന് പോയിട്ടോ, ഒന്ന് അടിച്ചൊക്കെ വാരി സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം ടോയ്സൊക്കെ പെറുക്കി ഒക്കെ സെറ്റാക്കി വെക്കുകയാണ്. ഇതിനകത്ത് കുറേ പസിൽസും കാര്യങ്ങളുള്ളതുകൊണ്ട് അതൊക്കെ നുള്ളി പെറുക്കി എടുക്കുകയാണ് കേട്ടോ. അല്ലുക്കുട്ടനെല്ലാം വാരി വലിച്ച് അങ്ങനെ ആ മാറ്റിലിടണം. മാറ്റാണ് അവൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ബൗണ്ടറി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ടാവും, പുറത്തേക്കൊന്നും ഇറങ്ങിയാൽ പിന്നെ അതൊന്നും കിട്ടൂല എന്ന് അവനെ അറിയാം. സോ എല്ലാം ആ ഒരു മാറ്റിൻ്റെ അകത്ത് ഉണ്ടാവും കേട്ടോ, അതിൻ്റെ പുറത്തേക്ക് ഒന്നും പോവില്ല. അപ്പോൾ എല്ലാം അതിനകത്ത് ഇങ്ങനെ വാരി വലിച്ചിടുന്നതാണ് അവനിഷ്ടം. അപ്പോൾ അതൊക്കെ ഒന്ന് വാരി പെറുക്കി വെച്ച് പൊടിയൊക്കെ തട്ടി ഏട്ടൻ അടിച്ചു വാരിയൊക്കെ സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ആ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ പിന്നെ അലക്കാന്നൊക്കെ വിചാരിച്ചു. നമുക്ക് ബാൽക്കണിയൊന്നുമില്ല. അപ്പോൾ റൂമിൻ്റെ അവിടെ നിന്നുള്ള വിൻഡോന്ന് കിട്ടുന്ന ആ ഒരു കാറ്റും വെളിച്ചമൊക്കെ കൊണ്ടാണ് കേട്ടോ ഡ്രസ്സൊക്കെ ഉണങ്ങുക. പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ ധാരാളമാണ് ഉണങ്ങാൻ. അപ്പോൾ ഞാൻ അലക്കാനുള്ള തുണിയൊക്കെ ഇട്ട് സെറ്റാക്കി അലക്കാനിട്ടു. അത് കഴിഞ്ഞിട്ട് ഇനി ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് രാത്രി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ആർക്കും ഒന്നും വേണ്ടെന്നാണ് കേട്ടോ. ഏട്ടനായാലും ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചൊക്കെ കഴിച്ച് ഫില്ലായിട്ടുണ്ട്. എനിക്കും വിശപ്പൊന്നുമില്ല. പിന്നെ ഉച്ചയ്ക്കത്തെ ബിരിയാണിയുടെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അല്ലിക്കുട്ടന് അതും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നാളത്തേക്കുള്ള ഫുഡാണ് കേട്ടോ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചില്ലി സോസേജ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോസേജ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ആ സമയത്ത് അല്ലുക്കുട്ടൻ വന്നിട്ടുണ്ട്. അവന് കൽക്കണ്ടം വേണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ചോക്ലേറ്റ്സ് വളരെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവൻ ഈ ഒരു കൽക്കണ്ടത്തിലാണ് കേട്ടോ, പനങ്കൽക്കണ്ടത്തിലാണ് അവൻ അതൊക്കെ ആ ഒരു ഇത് കാണുന്നത് കേട്ടോ, സന്തോഷം കണ്ടുപിടിക്കുന്നത്. അങ്ങനെ നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ സാധാരണ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒണിയനും ക്യാപ്സിക്കും ഇങ്ങനെ വലുതായിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സോസേജിൽ കുറച്ച് മുളകും കുരുമുളകും മഞ്ഞൾപ്പൊടിയും വിനേഗറും സോയ സോസും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക. അത് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയിട്ട് ഞാൻ അലക്കിയ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ടു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മറന്നു പോകും. അപ്പോൾ തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ മറന്നു. അപ്പോൾ അത് ആദ്യം അങ്ങ് തീർത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറിക്കുള്ള പരിപാടി തുടങ്ങി. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മുടെ സ്പ്രിങ് ഓണിയൻ്റെ ആ ഒരു ബൾബും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത ഓണിയനും ക്യാപ്സിക്കും ഇട്ട് കൊടുത്തു. അത് നല്ല ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ സോട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് അതിലേക്ക് സോസസ് ആഡ് ചെയ്ത് കൊടുക്കുക. സോയ സോസ്, ചില്ലി സോസ്, കെച്ചപ്പ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പെപ്പറും സോൾട്ടും കൂടെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഒഴിച്ചു കൊടുത്തു. കുറച്ച് പഞ്ചസാരയും ലാസ്റ്റ് സ്പ്രിംഗ് ഓണിയനും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റുള്ള കറിയാണ്, നമുക്ക് എന്തിൻ്റെ ഒപ്പം പോകും കേട്ടോ. ഞാൻ പിന്നെ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയത്. ഗോതമ്പ് ദോശയാണ് നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇതും ഗോതമ്പ് ദോശയും ഈ
സോസേജിൻ്റെ ചില്ലിയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓട്സ് ആണ് മോർണിംഗിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിനാക്കി വെക്കുന്നത് കേട്ടോ. അതിനിടയ്ക്ക് പാത്രമൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കഴുകി വെച്ചു. ഇല്ലെങ്കിൽ ഇനി കിടന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ ബുദ്ധിമുട്ടാവും. അത് കഴിഞ്ഞിട്ട് അല്ലിക്കുട്ടന് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് എടുത്തിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് അപ്പോഴേക്കും ഏട്ടൻ ബാത്റൂമിൽ നിന്ന് വിളി വന്നു സോപ്പ്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അല്ലിക്കുട്ടൻ സോഫയിലൊക്കെ ക്രയോൺസ് വെച്ച് വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്യായിരുന്നു അവനെ ഒന്ന് ഞെട്ടിച്ചിട്ട്. ഇനി ഓട്സും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടികൾ ഏകദേശമൊക്കെ കഴിഞ്ഞു. ഓട്സ് ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുന്നത് ഞാൻ തന്നെ ഒരുപാട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. ഓട്സും ചിയ സീഡും ഫ്ലാക്സ് സീഡും പിന്നെ കുറച്ച് നട്ട്സും പിന്നെ പാലും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ വയ്ക്കാറ്. ഫ്രൂട്ട്സ് രാവിലെ കട്ട് ചെയ്തിടും. മധുരത്തിന് വേണമെങ്കിൽ കുറച്ച് തേൻ ഒഴിക്കും. ചിലപ്പോൾ യോഗട്ട് ഇടാറുണ്ട് കേട്ടോ ഏട്ടന്. ഞാൻ ഇടാറില്ല, ഏട്ടനിടും. ഞാനിവിടെ ഇപ്പം പംകിൻ സീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മിക്സഡ് നട്ട്സ് അങ്ങനെയാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ ഉണ്ടാവുമല്ലോ. അതിലിപ്പോൾ വാൾനട്ട്സ് ഉണ്ട്, പിന്നെ ആൽമണ്ട്സ് ഉണ്ട്, പിന്നെ കുറച്ച് ബെറീസ് ഉണ്ട്, റൈസിൻസ് ഉണ്ട്. അങ്ങനെ അതൊക്കെ കൂടെ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. അത് ഇട്ടു. ഞാൻ ആൽമണ്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഏട്ടന് നോർമൽ ലോ ഫാറ്റ് മിൽക്ക് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ രാവിലെ അതെടുത്തിട്ട് അങ്ങനെ കഴിച്ചാൽ മതി. രാവിലത്തെ ടൈം ഫുൾ അല്ലിക്കുട്ടന് ഫ്രഷ് ആയിട്ട് ഫുഡുകൾ ഉണ്ടാക്കാനുള്ള ടൈമാണ്. അതിനിടയ്ക്ക് ഏട്ടൻ്റെ വീണ്ടും വിളി വന്നു തോർത്ത്. അപ്പോൾ അല്ലിക്കുട്ടന് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അല്ലിക്കുട്ടന് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ തന്നെ വന്ന് പറഞ്ഞോളും. പിന്നെ സമാധാനം തരില്ല കേട്ടോ കൊടുക്കുന്ന വരെ. അല്ലെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് കൊടുക്കണം. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല, അവൻ തന്നെ വന്നിരുന്ന് കഴിച്ചോളേ. അപ്പോൾ അല്ലിക്കുട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ രാവിലത്തെ ടൈം ഫുള്ള്. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് അതൊക്കെ ഉണ്ടാക്കുക. പിന്നെ വൈകുന്നേരം വന്നിട്ടാണ് പിന്നെ അന്നത്തെ ഡിന്നറും പിറ്റേന്നത്തേക്കുള്ള ഫുഡും കേട്ടോ. ഇത് കോയിൻസിഡൻ്റ് ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ മൂന്നാളും ഇന്ന് യെല്ലോ കളറിലാണ് നിൽക്കുന്നത്. അതും പറഞ്ഞുകൊണ്ടാണ് ഏട്ടൻ വന്നത്, നമ്മളിന്ന് യെല്ലോ ഫാമിലിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അല്ലിക്കുട്ടൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് ചോറിൻ്റെ ഒപ്പം. കാരണം അധികം മസാലയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതും കൂട്ടിയിട്ട് അവന് മതിയായി. അപ്പോൾ ലാസ്റ്റ് ബാക്കിയുള്ളത് ഞാനങ്ങ് കഴിക്കാൻ, എനിക്ക് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാനങ്ങ് കഴിച്ചു കേട്ടോ. അപ്പോൾ അല്ലിക്കുട്ടൻ ക്യാമറയിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും ഇങ്ങനെ അവൻ പാട്ട് പാടി വീഡിയോ എടുക്കുന്നതും അല്ലെങ്കിൽ എപ്പോഴും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒക്കെ കഴിഞ്ഞ ഏട്ടൻ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞു വന്നു. ഞാനും ബാക്കി കിടന്ന പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ സെറ്റാക്കി. പിന്നെ ഇനി ബ്രഷിങ് ടൈമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരാൾ ചെയ്താൽ രാത്രി അടുത്ത ആളാണ് കേട്ടോ അവനെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അവൻ തന്നെ ചെയ്യും, എന്നാലും ഒന്ന് വൃത്തിയാവാൻ വേണ്ടി ഞങ്ങളൂടെ ഒന്ന് സെറ്റാക്കി കൊടുക്കും കേട്ടോ. എന്നിട്ട് പിന്നെ വീണ്ടും കുറച്ച് നേരം അവൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടാളും കൂടി ഉണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് ഇരിക്കും കേട്ടോ. അങ്ങനെ അവനിപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹൈഡ് ആൻഡ് സീക്കിൽ കളിക്കാനാണ് ഇഷ്ടം. എപ്പോഴും ഈ പുതപ്പെടുത്ത് വന്ന് പുതച്ചിട്ട് അതിലിങ്ങനെ ഒളിച്ച് കളിക്കുക, അല്ലെങ്കിൽ അല്ലാതെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി ഒളിച്ചിരിക്കും കേട്ടോ. ഇപ്പോൾ വിളിച്ചാൽ വിളിയേക്കത്തില്ല, ഇടയ്ക്ക് അങ്ങനെ ഒന്ന് പേടിപ്പിക്കലുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്നിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ശനി ഞായറൊക്കെ ഇതുപോലെ ഒന്ന് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒന്ന് സെൽഫ് കെയർ എടുത്ത് അങ്ങനെയൊക്കെ ഇരിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അല്ലിക്കുട്ടന് ഇടയ്ക്ക് ഓരോ ബുക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിയ ബുക്കാണ്. ഭയങ്കര അഫോർഡബിൾ റേറ്റേ ഉള്ളൂ, പക്ഷെ നല്ല രസമാണ്. മാജിക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ആ പെന്നായാലും അല്ലെങ്കിൽ ആ വാട്ടർ പെന്നായാലും ഒക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. പിന്നെ നാളെ കൊണ്ടുപോകാനുള്ള കറികളും ഒക്കെ ഞാൻ ഇപ്പോൾ തന്നെ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചു. അപ്പം അത് നേരെ എടുത്ത് കൊണ്ടുപോയാൽ മതി. ഓഫീസിൽ പോയിട്ട് റീഹീറ്റ് ചെയ്ത് കഴിച്ചാൽ മതി ഉച്ചയ്ക്ക്. അവിടെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് ഉച്ചയ്ക്ക് ഹീറ്റ് ചെയ്ത് കഴിക്കും. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അല്ലിക്കുട്ടൻ റൂമിലേക്ക് ഒക്കെ പാക്ക് ചെയ്ത് പോവാണ് കേട്ടോ. ഇനി ബെഡിലാണ് ഇനി കുറച്ച് നേരത്തെ പുകിൽ. ഉറങ്ങാൻ വേണ്ടി നേരത്തെ വന്ന് കിടന്നാലും ഉറങ്ങിയൊക്കെ വരുമ്പം ടൈം എടുക്കേ. കുറേ നേരം വർത്തമാനം പറഞ്ഞ് കളിച്ച് പിന്നെ കുറേ നേരം ചീത്തയൊക്കെ കിട്ടി കരഞ്ഞ് അങ്ങനെയൊക്കെ ബഹളമൊക്കെ ആയിട്ട് അങ്ങനെയാണ് കേട്ടോ ഉറങ്ങാറ്. കുറേ ടൈം എടുക്കേ.
അങ്ങനെ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം അത് കഴിഞ്ഞിട്ടും പിന്നെ കളിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ നല്ല പണിയാണ് കേട്ടോ അവന് ഉറക്കാൻ. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ അവൻ വേഗം ഉറങ്ങിക്കോളും, ഒരു പ്രശ്നവുമില്ല, എൻ്റെ കൈ കിടന്ന് വേഗം ഉറങ്ങും. ഏട്ടനും കൂടെ ഉണ്ടാവുമ്പോൾ പിന്നെ അവൻ ഉറക്കം തീരെ ഉണ്ടാവില്ല, ഇതുപോലെ കളിച്ച് അങ്ങനെ കിടക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ കുറേ നേരം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് അവനും കഥ പറഞ്ഞു തരും, അല്ലെങ്കിൽ നമുക്ക് ക്യാരക്ടേഴ്സിനെ തരും, അത് വെച്ച് നമ്മൾ അവന് സ്റ്റോറി ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ അതൊക്കെ കേട്ട് കുറേ സമയം കഴിഞ്ഞപ്പോൾ അവ ഉറങ്ങി. അത് ഞങ്ങൾ പൊന്മാൻ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കുറേ പകുതിയാക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയൂടെ ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങളും കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ